വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നിലുള്ളതെങ്കിൽ, വലിയ കാര്യങ്ങൾ സ്വയം ഒരു ജീവൻ രക്ഷാർത്ഥമാണ് നമ്മുടെ മുന്നിലുള്ളൊരു സാഹചര്യമെങ്കിൽ, ചെറിയ ചെറിയ തടസ്സങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അവഗണിച്ചേ പറ്റൂ. അതിന് നമുക്ക് ക്ഷമ പഠിക്കണം. ആ ക്ഷമയുടെ രഹസ്യം എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായിട്ട് ഒരു കഥയിലൂടെ പറഞ്ഞുതരാം. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം കാളയെ ഓടിച്ച് പിടിക്കാൻ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരുന്നു. കാളയോ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടേയിരുന്നു. ഒരു ഗുഹ കണ്ടു. കഷ്ടിച്ച് ഈ കാളയ്ക്കൊന്ന് കയറിപ്പറ്റുക. വളരെ കഷ്ടപ്പെട്ട് ഈ ഗുഹയ്ക്കകത്ത് കയറിപ്പറ്റി ഒളിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് കുറേ കാട്ടാടുകളുള്ള ഗുഹയായിരുന്നു അവരുടെ വാസസ്ഥലമായിരുന്നത്. സിംഹം ഈ കാളയെ കണ്ടതുമല്ലേ ഗുഹയുടെ സൈഡിൽ കൂടെ പോയിട്ട് ഒളിച്ചിരുന്നതിനെ ശ്രദ്ധിച്ചില്ല. സിംഹം പോകുന്നിടം വരെ അവിടെ ഒളിച്ചിരിക്കാൻ ഈ കാള കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ കാട്ടാടുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാളയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവിച്ചിട്ടും കുത്തിയിട്ടും തട്ടിയിട്ടും ഒന്നും ഈ കാള അനങ്ങുന്നില്ല. അപ്പോൾ അതിൽ പ്രായം ചെന്നൊരു കാട്ടാട് പറഞ്ഞു, ഈ കാള മണ്ടനാണെന്ന് തോന്നുന്നു, പേടിത്തോണ്ടനായി തോന്നുന്നു. നമ്മളെക്കാൾ വലിയ ഈ കാളയ്ക്ക് നമ്മളെ പേടിയാണല്ലോ, അപ്പം നമ്മളാണല്ലോ ശക്തയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാള തിരിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പ്രതികരിക്കാനും നിങ്ങൾക്കൊരു കാലുകൊണ്ടൊരു തട്ട് തരാനും ഒന്നും കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് എൻ്റെ ജീവൻ രക്ഷയാണ് ഇപ്പോൾ ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ പ്രശ്നങ്ങൾ എനിക്കൊന്ന് സഹിച്ചേ പറ്റൂ. എൻ്റെ ക്ഷമ അവിടെ ഞാൻ പ്രയോഗിക്കുകയാണ്. കാരണം ആ ഒരു സന്ദർഭത്തിൽ ആടുകളോട് തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിംഹം തൻ്റെ ശ്രദ്ധ അവിടെ പെടും. അപ്പോൾ എന്തു പറ്റും? ഈ കാളയെ ആക്രമിക്കപ്പെടും, ആടുകളും ആക്രമിക്കപ്പെടും. അപ്പോൾ ചില കാര്യങ്ങളിൽ ക്ഷമയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ഈ കാട്ടാടുകളോട് ഈ കാള പറഞ്ഞു കൊടുത്തു. കാരണം കാളയേക്കാൾ ശക്തനായ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ചെറിയ കാര്യങ്ങൾ അവഗണിച്ചേ പറ്റൂ. ക്ഷമയാണ് അവിടെ ആ കാളയെ രക്ഷിച്ചത്. സിംഹം പോയി കഴിഞ്ഞ് കാള ഈ കാട്ടാടുകളോട് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. അപ്പം ഇത് കുട്ടികൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഈസോപ്പ് കഥകളിലെ ക്ഷമയുടെ രഹസ്യം എന്ന് പറയുന്ന 44-ാമത്തെ കഥയാണിത്. വലിയ ആപത്തിന് മുന്നിൽ നിസാരൻ്റെ ആക്രമവും സഹിച്ചേ പറ്റൂ. കുട്ടികൾക്കായിട്ട് ഇതിലും നല്ലതായിട്ട് നിങ്ങൾ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുക.